ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് യു ഓൾ എ ബ്ലെസ്ഡ് ഡേ ആൻഡ് എ ബ്ലെസ്ഡ് മന്ത് അറ്റ് ദ ബിഗിനിങ് ഓഫ് April 1st. ഞാനൊരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണല്ലേ നീണ്ടൊരു അവധിക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടേ ആക്കണോ, അല്ലെങ്കിൽ അവർ ഒരു മൊബൈൽ കൊടുത്തിട്ട് വിട്ടിട്ട് പറയും മമ്മി വന്ന വരെ ഇരുന്നോ, മമ്മിനെ വിളിക്കണം എന്നൊക്കെ പറയാറുണ്ട് ചില പേരൻസ്. എന്താ അത്യാവശ്യം. അപ്പോൾ ഈ മൊബൈൽ ചിലപ്പോൾ കുട്ടി അതിൽ അഡിക്റ്റ് ആവും, ഒരു കളിയിൽ കൂടെ ഒരു ഗെയിം. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഞാനിവിടെ കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്കത് എൻ്റെ മനസ്സിലേക്ക് ഇത് കടന്നു വന്നത്. വേറൊന്നുമില്ല, ഞാൻ കുറച്ച് സെമിനാരി പിള്ളേരുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷേ അവർക്ക് ഇന്ന് എൻ്റെ ഒരു ടോപ്പിക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ടീച്ചിങ് മാത്രമല്ല, അവർക്ക് കൊടുത്തിരുന്ന ട്രെയിനിങ്, ആ 1 ഇയർ സോളിഡ് അവർക്ക് കൊടുത്ത ട്രെയിനിങ് ആണ്. അതായത് അവർക്ക് ലൈബ്രറിയിൽ പോകണം, അല്ലെങ്കിൽ ഒരു റീഡിങ് അവർ ഉണ്ട്, ബൈബിൾ വായിക്കണം, അല്ലെങ്കിൽ കുറച്ച് പ്രേയേഴ്സ് പഠിക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ. അപ്പം ആ ട്രെയിനിങ് ആയിരിക്കും ഈ ബ്രദേഴ്സിന് കേപ്പബിളായി ആക്കിയേക്കണത്. കാണാം നമുക്കിവിടെ പിള്ളേരെ എഴുതിയിരിക്കുന്നുണ്ട്, എന്ത് നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ വ്യൂവേഴ്സിനോ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട നല്ല വലിയ പേരൻസിനും ഇത് ഉപകാരപ്പെടും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് എന്താണ് അവരുടെ ആവശ്യം എന്ന് കണ്ടെത്തുക. പ്രത്യേകിച്ച് ചില കുട്ടികൾ സ്പോർട്സിലായിട്ടായിരിക്കും. അപ്പോൾ സ്പോർട്സിൽ വിടുക. ഫുട്ബോളാണ് ഫുട്ബോൾ, ക്രിക്കറ്റാണ് ക്രിക്കറ്റ്, വിടണം. എന്താന്ന് വെച്ചാൽ അവർ ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആവണേ. അവർ കുറേ വാല്യൂസ് പഠിക്കുക. അപ്പോൾ 1 മണിക്കൂർ അവർ ഗെറ്റ് എൻഗേജ് ആവും. അവരുടെ ബോഡി ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആവും. വീട്ടിൽ വരും, കുളിക്കും, അവർ ഓരോ കാര്യത്തിലോട്ട് എൻഗേജ് ആവും. പിന്നെ നെക്സ്റ്റ് ഡേ അവർക്ക് ഇൻട്രസ്റ്റ് ആയി എഴുന്നേറ്റ് എനിക്ക് സ്പോർട്സിന് പോകണം, അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകണം. അങ്ങനെ ഓരോ എൻഗേജ്മെന്റ്സ് ഇന്നത്തെ പിള്ളേർക്ക് നല്ലതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് മൊബൈൽ അല്ലെങ്കിൽ ഒരു ടി വിയുടെ മുമ്പിൽ ഇരുത്തുന്നതിനെ കാട്ടി നല്ലത്. അതേപോലെ തന്നെ റീഡിങ് ഹാബിറ്റ്സ് ഉള്ള പിള്ളേർക്ക് കുറച്ച് നല്ല നല്ല ബുക്സൊക്കെ മേടിച്ചു കൊടുക്കാം. നമുക്കിത് ഇവിടെ എനിക്ക് കുറച്ച് ബുക്സ് ഉണ്ട്. ഡയറി ഓഫ് വെംബി കിഡ് നല്ലൊരു ബുക്കാണ്, നിസ്സാര വിലയുടെ ബുക്കാണ്. കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക, അവർ വായിക്കട്ടെ. അതുപോലെ മനോരമയിൽ എഡിറ്റോറിയൽ കോളം ഒക്കെ ഉണ്ട്, അത് എഴുതാൻ പഠിപ്പിക്കുക. അപ്പം മലയാളം പഠിക്കും. ഇനി ഹിന്ദി പിള്ളേരാണ് ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഹിന്ദി പേപ്പേഴ്സ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യൻ എക്സ്പ്രസ് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് പേപ്പർ വായിക്കാൻ പറയുക. കൂടാതെ അവരോട് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയണം. ഡിക്ഷണറി കൊടുക്കുക, കയ്യിൽ ഒരു കുഞ്ഞു ഡിക്ഷണറി. അപ്പോൾ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കൂടി അവർ അതിൽ നിന്ന് പഠിക്കുക. അപ്പോൾ റീഡിങ് ഹാബിറ്റ്സിലൂടെ നമുക്ക് ഡിക്ഷണറി യൂസ് ചെയ്യാൻ പഠിക്കും. നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. നമുക്കൊരാളോട് സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ബോത്ത് സ്പോർട്സ് അല്ലെങ്കിൽ റീഡിങ് നമുക്ക് ബോത്ത് യൂസ്ഫുൾ ആണ്. സ്പോർട്സിൽ നമ്മുടെ വായ തുറക്കണേന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവിടെ, നമ്മുടെ ബോഡി ബോത്ത് മെന്റലി, ഞാൻ പറഞ്ഞില്ലേ റീഡിങ്ങിലും അതൊക്കെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആക്കണേന്ന്. അപ്പോൾ കുറേ ബുക്സ് ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ മക്കളൊക്കെ വായിച്ചതാണ്. ചേട്ടൻ ബാജിൻ്റെ ബുക്കുണ്ട്, തിങ്ക് ലൈക്ക് എ മോങ്ക്, വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. ദ ആൽക്കമിസ്റ്റിൻ്റെ ബുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല സ്റ്റോറി, നല്ല നല്ല നോവൽസും നല്ല നല്ല ബുക്സാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അനുസരിച്ചുള്ള ബുക്സ് മേടിച്ചു കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഡ്രോയിങ്, കളറിങ്, അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് അതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ചില പിള്ളേർ വീട്ടിലിരിക്കുക, മൊബൈൽ കൊടുത്ത് അവരവിടെ സൈലൻ്റ്. നമുക്കൊരു ഹാർംഫുൾ അല്ലല്ലോ പിള്ളേർ, പക്ഷെ അത് പാടില്ല. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന, ഡോണ്ട് allow them to stick to the mobile. അല്ലെങ്കിൽ ഒരു ടി വി, അവർക്കൊരു ഫിഷ് ബൗൾ മേടിച്ചു കൊടുക്കും, കുഞ്ഞ് ഫിഷ് ബൗൾ 100 രൂപക്കൊക്കെ കിട്ടും. എന്നിട്ട് 2 കപ്പിനെയൊക്കെ മേടിച്ചിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ മോള് രാവിലെ ഇൻട്രസ്റ്റോടെ എഴുന്നേക്കണേന്ന്, എനിക്കിങ്ങനെ നോക്കണം, പിടിക്കുന്നത്. ഞാനിവിടെ ഒരു കുഞ്ഞു പോട്ട് ഇതാണ്, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റോടെ ചില പോട്ട്സൊക്കെ വെച്ചു കൊടുക്കുക. പിള്ളേർ അത് ഇൻട്രസ്റ്റോടെ, അവരുടെ മൈൻഡ് ഫ്രഷ് ആവും. അണ്ടർസ്റ്റാൻഡ്. അവർ വന്നിട്ട് നമ്മളോട് ഷെയർ ചെയ്യും ഇതൊക്കെ. മമ്മി ഞാൻ കെപ്പിക്ക് ഇങ്ങനെ കൊടുത്തു, അല്ലെങ്കിൽ അവിടെയും ഒരു സ്പീക്കിംഗ് എബിലിറ്റി, കൊച്ചിൻ്റെ മൈൻഡ് ഓപ്പൺ ആവണേയാണ്.
അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യം സ്റ്റിച്ചിങ് വെരി ഗുഡ് ഇതാണ്. സ്വന്തം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്കത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഒരു കുട്ടി ഇൻട്രസ്റ്റഡ് ആയേക്കണം കുക്കിങ്ങിലോട്ട്. അപ്പോൾ ദീസ് ഓൾ ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഈ വെക്കേഷനിൽ നമ്മൾ ഈ ഒരു വലിയ അവധിക്കാലത്ത് ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പേരൻസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അവരെ ഒരിക്കലും ഒരു മൊബൈലിലോട്ടോ ഒരു TV ചാനലിലോട്ടോ വിടാതെ അവരെ നമ്മളുടെ കയ്യിലോട്ട് കൊണ്ടുവരിക. നമ്മുടെ കയ്യിലാണ് അവരുടെ ചരട് വേണ്ടത്. ലെറ്റ് ദം ഫ്ലൈ ലൈക്ക് എ കൈറ്റ്. അതാണ് ചരട് നമ്മുടെ കയ്യിലും പട്ടം പറക്കുന്ന പോലെ നമ്മുടെ മക്കൾ പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ബ്ലെസ്സിങ് ഓൺ every little children a blessed day and a blessed month and blessed year. Thank you so much. God bless us all.